നമസ്കാരം. നെവർ ടെൽ ദീസ് ടു തിങ്സ് ടു എനിവൺ. ഈ രണ്ട് കാര്യങ്ങൾ ആരോടും പറയരുത്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞാൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ. മാത്രമല്ല നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടി പോകും. പലരും നമ്മളെ ആയുധമാക്കും. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? ആദ്യത്തേത്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെ ഗോൾസ്. നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഇത് പലരുമായി പങ്കുവെക്കാൻ പാടില്ല. കാരണം എല്ലാവരും അതിനെ കാണേണ്ട രീതിയിലല്ല കാണുന്നത്. ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ അസൂയായിരിക്കും, ചിലർക്ക് നിങ്ങൾ വളരുന്നത് ഇഷ്ടമായിരിക്കില്ല, ചിലർക്ക് നിങ്ങളുടെ വിജയം ഇഷ്ടമായിരിക്കില്ല. പക്ഷെ അതവർ പറയില്ല. പകരം അവരെന്താണ് ചെയ്യുന്നതെന്നറിയാമോ? അവരുടെ നെഗറ്റിവിറ്റി, ഈ കാര്യം നടക്കാതിരിക്കാൻ എന്തൊക്കെയാണ് അവർ പറയും, അവരുടെ അഭിപ്രായങ്ങൾ, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ആ പ്ലാൻസ് പലതും നടത്തിക്കില്ല. നിങ്ങൾക്ക് തന്നെ തോന്നാം ഇതുകൊണ്ട് മുന്നോട്ട് പോയാൽ വിജയിക്കില്ല എന്ന്. തുടക്കത്തിൽ തന്നെ നിങ്ങൾ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിവതും എല്ലാവരോടും, ആരോടും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, നിങ്ങളുടെ ഗോൾസ് ഇതൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക. അത് വിജയിച്ചു കഴിയുമ്പോൾ പറയുക, അല്ലെ അതെല്ലാം അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് പറയുക. അതിന് മുമ്പ് കഴിവതും ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങളുടെ പേഴ്സണൽ സ്ട്രഗിൾസ്, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ഇത് കഴിവതും ആരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഇത് മറ്റുള്ളവരോട് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്നറിയാം? എല്ലാവരും ഒന്നും നമ്മുടെ വിഷമം കേട്ട് നമ്മളെ സഹായിക്കത്തില്ല. അവരത് ആയുധമാക്കും. അവർ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ ഇതെല്ലാമായിരിക്കും അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്തുദ്ദേശമാണോ അവരോട് പറയുന്നത്, അവരിൽ നിന്ന് എന്ത് സപ്പോർട്ട് കിട്ടുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതൊട്ട് കിട്ടത്തുമില്ല. ഇത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഒരിക്കലും അവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. അവരത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്, ഭൂരിപക്ഷം പേരും. അതുകൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടും വിഷമവും മറ്റുള്ളവരോട് പറഞ്ഞ്, അല്ലെ നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ വേദനകൾ പറഞ്ഞ്, എന്തിനാണ് വെറുതെ ഒരു ആയുധം അവരുടെ കയ്യിൽ കൊടുക്കുന്നത്? നിങ്ങളെ അടിക്കാനുള്ള വടി. തീർച്ചയായും ഈ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരുന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാം. ഇന്നു മുതൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ രണ്ട് കാര്യങ്ങളും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ആലോചിച്ച് നോക്കുക. ഷെയർ ചെയ്യാതിരിക്കുക. ജീവിതം മുന്നോട്ട് പോകട്ടെ. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.